യെസ്, ഹോം മെയ്ഡ് നാച്ചുറൽ ബട്ടർ. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് അല്ലേ? ഇത് ഏകദേശം ഒരു 400 മില്ലി അളവുള്ള ഒരു പാത്രമാണ്. അപ്പൊ നമ്മളെ പാല് ഡെയിലി ഞാൻ ഇത് ഏകദേശം ഒരു 4-5 ദിവസത്തേതാണ്. നല്ല ഫ്രഷ് പാല് തിളപ്പിച്ചിട്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ ഊറി വരും. ആ ഊറി വരുന്നത് ഞാൻ അങ്ങനെ ദിവസം നിറച്ച് വെച്ചിട്ട് ഉള്ളതാണ് ഇപ്പൊ ഈ പാത്രത്തിൽ കാണുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ ഊറി നിൽക്കും. അത് തണുത്തു കഴിഞ്ഞാലാണ് പെട്ടെന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുക. ഇത് വേറെ ഒന്ന് കുറച്ചുണ്ട്. ഇതേപോലെ ടോപ്പിൽ ഇങ്ങനെ പാടം നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ഹോം മെയ്ഡ് ബട്ടർ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിൽ നമുക്ക് ഏകദേശം ഐസാകാത്ത മോഡൽ വെക്കണം. അധികം ഐസാകുമ്പോൾ ചെയ്ത് തണുക്കും വേണം. അപ്പൊ ഞാനിതൊരു വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് എല്ലാതും കൂടിയിട്ട്. അത് നല്ലോണമായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മളെ തൈര്, അധികം പുളിയില്ലാത്ത ഏകദേശം ഒരു 80 മില്ലി തൈരാണ് ഇതുള്ളത്. ആ ഒരു ഇതിലേക്ക് ഇട്ടിട്ട് ഒരു രാത്രി കംപ്ലീറ്റ് ഇതിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ തന്നെ നമുക്ക് അടുത്ത കലാപരിപാടി ഉള്ളത്. അപ്പൊ എന്നിട്ട് ഇത് നല്ലോണം അടച്ചവിടെ വെക്കുക. ആ തൈര് വാങ്ങിയ പാത്രത്തിലാണ് രാത്രി ഐസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല ഐസ് വേണം ഇതിലേക്ക്. അപ്പോഴത് ശരിയായി കിട്ടുക. ഇപ്പൊ രാവിലെ ഞാനത് അടച്ചു വെച്ച പാത്രം തുറന്നു വെക്കുന്നുണ്ട്. തൈര് വെച്ച അതാണ്. അപ്പൊ ഒന്നുകൂടി മിക്സ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് സർക്കിൾ മോഡലുള്ള ബ്ലേഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. ഇതിലേക്ക് അത് ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിന് കുറച്ച്, ഞാനതിപ്പോ ഏകദേശം ഫുള്ള് ഐസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സിയിൽ ഇതുപോലെ അടിച്ചിട്ട് ഒരു പാത്രത്തിൽ അടച്ചവിടെ വെക്കുക. ഇനി ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിക്കുക. ഇപ്പൊ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് തുറന്നിട്ടുള്ളത്. ഇതിന്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ അമർത്തിട്ട് അത് ഓരോ ഇത് ബട്ടർ കുറച്ചൊരു ലിക്വിഡ് മോഡൽ ആയിട്ടുണ്ട്. ചെറുത് നല്ല കട്ടി ഉണ്ടാവും. ഇത് മിൽമ പാൽ കൊണ്ട് ഉണ്ടാക്കിയത് കിട്ടുമല്ലോ കേട്ടോ. ഇത് നമ്മളെ നാടൻ പാല്, മിൽമ പാലിൽ ഇതൊക്കെ പിന്നെ ഊറ്റിയിട്ടുള്ള സാധനമാണ് വരിക. ഇത് നമ്മള് നാടൻ പാലാണ് ഞങ്ങൾ മേടിക്കുന്ന, സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുന്ന പാലാണ്. അപ്പൊ അതിലുള്ളത് ഇങ്ങനെ പാടെ കിട്ടുക, അല്ലാതെ കിട്ടൂല. അപ്പൊ ഇത് ഇനി നമുക്ക് ഇങ്ങനെ പീസാക്കിയിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് പിന്നെ പീസ് ആക്കിയിട്ട് ഞാൻ ഇനി ഇതിനെ ബോക്സിൽ തന്നെ വെക്കാൻ പോകുന്നു. അപ്പൊ എന്താ വെച്ചാൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പലവിധ ആവശ്യങ്ങളുണ്ടാവില്ല ബട്ടറായിട്ടില്ലേ. അപ്പൊ അതിന് സുഖമാണ്. അപ്പൊ ഇതേപോലെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാന് കുറച്ച് ഐസ് നല്ലോണം അയക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഒന്ന് പിന്നെ ഒരു ഹാമർ കൊണ്ട് ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ അന്തരാക്കിയിട്ട് തട്ടിയാൽ മതി. അപ്പൊ ഈ മുത്തപ്പക്ക് മുറിക്കുന്ന ആ ഒരു ബ്ലേഡ് ഉണ്ട്, പുട്ടി ബ്ലേഡ് ഇല്ലേ, അതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് അതങ്ങോട്ട് പൊട്ടിക്കാണ്. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇതിന് നിങ്ങളുടെ സൗകര്യം പോലെ 4 പീസോ 1 പീസോ അങ്ങനെയാണെങ്കിൽ ആക്കി വെക്കാം. എന്താ വെച്ചാൽ ചെറിയ പീസാക്കി വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ നല്ല സൗകര്യം. മറ്റേ ഹാർഡായി കിടന്നു കഴിഞ്ഞാൽ പ്രയാസമല്ലേ. എന്നിട്ട് പിന്നെ അത് ഫ്രീസറിൽ വെച്ചാൽ മതി. പിന്നെ കുറച്ചു നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ കുറച്ച് ഐസിന്റെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം അങ്ങോട്ട് ഊറി പോവുകയും ചെയ്യും. പിന്നെ ബട്ടറിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ വെള്ളം കൂടിയിട്ടുള്ള എന്തെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിൽ അത് നേരിട്ടിട്ട് നമുക്ക് ആ ഈ ഒരു കട്ട അങ്ങോട്ട് വെക്കുകയും ചെയ്യാം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇനി ഇതുകൊണ്ടുള്ള പല വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു ബട്ടർ ഉണ്ടാക്കുന്നത് കാണിച്ചെന്ന്. ഇത് നല്ല ഫ്രഷ് പാലാണ് വേണ്ടത്, അതിലാണ് ഇത് കിട്ടുക. അല്ലാണ്ട് നമ്മളെ മറ്റേ പാലുണ്ടല്ലോ, മിൽമ പാൽ, ഇതിനൊന്നും ഇങ്ങനെ പാടെ ഊറി നിൽക്കൂല. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയ വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.